അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്താ അസ്കർ ഇത്ര തിരക്കിട്ട് പോകുന്നത്? എടോ, ഇന്നത്തെ ദിവസം നിനക്ക് ഓർമ്മയില്ലേ? ഇന്നെന്താ ഇത്ര വലിയ പ്രത്യേകത ഉള്ളത്? ഇന്ന് റബീഉൽ അവ്വൽ 12 അല്ലേ? നമ്മുടെ മദ്രസയിൽ കലാപരിപാടികളുണ്ട്. ഞാൻ അതിനു വേണ്ടി പോവുകയാണ്. നിനക്ക് ഇപ്പോഴും ബുദ്ധി വെച്ചിട്ടില്ലേ അസ്കറെ? എന്താ, ഇതൊന്നും പാടില്ല എന്നാണോ നീ പറയുന്നത്? അതെ, ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ്. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ആഘോഷമോ ആചാരമോ ഇല്ല. നിനക്ക് തെറ്റുപറ്റിയതാണ് അൻവറെ. നീ ഇസ്ലാമിനെ പറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നിന്നോടാരാ പറഞ്ഞത് ഇത് അനിസ്ലാമികമാണെന്ന്? കുറേ ദിവസങ്ങളായി ഞാനൊരു മതപഠന ക്ലാസ്സിന് പോകുന്നത്. അവിടെ ക്ലാസ് എടുക്കുന്നതാണ് ഇങ്ങനെ പറഞ്ഞത്. സുഹൃത്തെ, അവരൊന്നും ശരിയായ രീതിയിൽ ഖുർആൻ പഠിച്ചവരും നബി തങ്ങളെ മനസ്സിലാക്കിയവരുമല്ല. അവർ സാധാരണക്കാരായ നമ്മെപ്പോലെയുള്ള വഴിവഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിലില്ലാത്ത പല ആശയങ്ങളും അവർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ അവരെ പുത്തനാശയക്കാർ എന്ന് വിളിക്കുന്നത്. അവർ ഖുർആനും ഹദീസും ഒക്കെയാണല്ലോ പറയുന്നത്. പിന്നെ എങ്ങനെ അവർ പുത്തനാശയമാകും? അൻവരെ, എല്ലാവരും ഖുർആനും ഹദീസും തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. അവർ നൽകുന്ന വ്യാഖ്യാനം തെറ്റായതാണ്. മുൻകാല പണ്ഡിതന്മാർ അതിന് നൽകിയ വ്യാഖ്യാനമാണ് നാം അവലംബിക്കേണ്ടത്. അവർ ഖുർആനും ഹദീസും ഒക്കെയാണല്ലോ പറയുന്നത്. പിന്നെ എങ്ങനെ അത്? അങ്ങനെ ഒരു ഖുർആൻ ക്ലാസ് എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ, എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ഖത്തീബിൻ്റെ ഖുർആൻ ക്ലാസ് നമ്മുടെ മദ്രസയിൽ തന്നെ നടക്കുന്നത്. നിനക്കും വരാമല്ലോ. എന്നാൽ അടുത്ത ആഴ്ച മുതൽ ഞാനും വന്നു കൊള്ളാം, ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇന്നെന്താ മുഖത്തിനോട് തെളിച്ചമില്ലല്ലോ? ഒന്നും പറയേണ്ട സുഹൃത്തെ, എല്ലാം കുളമായി. എന്താ ഉണ്ടായത്? എന്നോട് പറ. എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് നോക്കാലോ. പരിഹാരമില്ലാത്ത പ്രശ്നമാ മോനെ. SSLC പാസ്സായാൽ ഉപ്പയുടെ വക നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? എന്നിട്ടും അത് കിട്ടിയില്ലേ? ഒരു മൊബൈൽ വാങ്ങിത്തരാമെന്നായിരുന്നു ഉപ്പ പറഞ്ഞിടും. ഉമ്മ കാരണം എല്ലാം പോയി. ഉമ്മ എന്താ പറഞ്ഞത്? ഇനി പഠനഭാരം കൂടുകയാണെന്നും മൊബൈൽ കിട്ടിയാൽ പഠനത്തിനുള്ള ശ്രദ്ധ കുറയെന്നും പറഞ്ഞു. കിട്ടുന്ന കാശ് മുഴുവൻ റീചാർജ് ചെയ്യാനേ ഉണ്ടാവൂ എന്നും പറഞ്ഞു. നിന്റെ ഉമ്മയുടെ മനോഭാവം എനിക്കേറെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നീയും അവരുടെ കൂടെയാണല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കടാ. നമ്മളെ പോലത്തെ ചെറിയ കുട്ടികൾക്ക് മൊബൈൽ ഉമ്മ പറഞ്ഞതുപോലെ പഠിക്കേണ്ട സമയം മുഴുവൻ അതിൽ മേൽ ആയിരിക്കും. എനിക്കവരെ മനസ്സിലാക്കാൻ പറ്റിയില്ലടാ. എന്നാൽ ഇപ്പോൾ പറ്റിയല്ലോ, അത് മതി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.